നമസ്കാരം. കൊല്ലവർഷം അനുസരിച്ച് 10ാമത്തെ മാസമാണ് ഇടവം. ഭാരതീയ ജ്യോതിഷപ്രകാരം 2ാമത്തെ രാശിയാണ് ഇടവം. ഇടവം രാശിയിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന കാലമാണ് ഈ മാസം. ഋഷഭം അഥവാ കാളയുടെ ആകൃതി കണക്കാക്കുന്ന നക്ഷത്രരാശിയുമാണ് ഇടവം. കാലപുരുഷന്റെ മുഖമായിട്ടാണ് ഇടവം രാശിയെ കണക്കാക്കുന്നത്. ഇടവമാസവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രധാനമായും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഇടവമാസത്തിൽ ഞാൻ ഈ പരാമർശിക്കുന്നതായ ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ചില സൂചനകളാണ്. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളുടെ സൂചനയായി തന്നെ പരാമർശിക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ കുബേരദേവനെ വന്ദിക്കുക. ഓം കുബേരായ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ഏറ്റവും അനുകൂലമായ ഫലങ്ങൾ നൽകുന്നതായ ആ സൂചനകളിൽ പ്രധാനപ്പെട്ടതായ ഒന്ന്, നിങ്ങളുടെ വീടുകളിലേക്ക് നാളെ അല്ലെങ്കിൽ ഇടവമാസത്തിൽ മഞ്ഞ ചിത്രശലഭങ്ങളെ കാണുന്നു എന്നുള്ളതാണ്. മഞ്ഞ നിറത്തിലുള്ള ചിത്രശലഭങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായി കണക്കാക്കാം. ഉയർച്ച, അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഏറ്റവും അനുകൂലവും ജീവിതത്തിൽ പ്രതീക്ഷിക്കാത്തതായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങളും കടന്ന് വരാവുന്നതാണ്. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ചില തർക്കങ്ങളിൽ പരിഹാരം പോലും കണ്ടെത്തുവാൻ സാധിക്കും എന്നും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. കറുത്ത ഉറുമ്പ്. കറുത്ത ഉറുമ്പ് നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അഥവാ കറുത്ത ഉറുമ്പിന്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ടതായ ലക്ഷണമാണ്. കറുത്ത ഉറുമ്പ് വീടുകളിൽ വരുന്നതിലൂടെ പ്രധാനമായും അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് സന്തോഷകരമായ നിമിഷങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ സന്തോഷം നൽകുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കൂടാതെ ഈ സമയം മനസ്സിനെ അലോസരപ്പെടുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. മനസ്സിന് ആഘാതം സൃഷ്ടിക്കുന്നതായ പല കാര്യങ്ങളും അകന്നു പോവുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോഷമായി ഭവിക്കാതിരിക്കുകയോ വന്നു ചേർന്നിരിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയോ അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. അത്തരത്തിലും നിങ്ങൾക്ക് സന്തോഷം ജീവിതത്തിലേക്ക് വന്ന് ചേരാവുന്നതുമാണ്. പലരുടെയും വീടുകളിൽ കാണുന്നതായ ഒരു പക്ഷിയാണ് ഉപ്പൻ. എന്നാൽ ഏവരും ഈ പക്ഷി വീടുകളിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ അവർ പ്രതീക്ഷിക്കുന്ന പോലെ പലപ്പോഴും ഉപ്പൻ വീടുകളിൽ വരില്ല എന്നതാണ് വാസ്തവം. എന്നാൽ ഈ മാസം ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷവും ലക്ഷ്മി നാരായണ കടാക്ഷത്തെയും നിങ്ങളുടെ ഈശ്വരാധീനത്തെയും സൂചിപ്പിക്കുന്നതാണ്. അല്ലെങ്കിൽ നാൾക്കുനാൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഈശ്വരാധീനത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. എന്നാൽ ഉപ്പൻ നിങ്ങളുടെ വീടുകളിൽ വരികയും വീടിന് ചുറ്റും നടക്കുന്നതായ സാഹചര്യമുണ്ട് എങ്കിൽ അത് ആ വീടുകളിൽ സംഭവിക്കാൻ പോകുന്ന മംഗള കർമ്മങ്ങളെ സൂചിപ്പിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നർത്ഥമാക്കാം. ഏതെങ്കിലും ശുഭകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള, മംഗളകരമായ കാര്യങ്ങളിൽ പങ്കെടുക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് തേടിയെത്തും. അല്ലെങ്കിൽ ഈ മാസം അത്തരം കാര്യങ്ങൾ സംഭവിക്കും എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. മറ്റൊന്ന് കുയിലാണ്. കുയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിക്കുമ്പോൾ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. കുയിലിനെ നേരിൽ കാണുന്നതല്ല ശുഭം, കുയിലിൻ്റെ ശബ്ദം കേൾക്കുന്നതാണ് ശുഭം. അത് പ്രത്യേക സമയങ്ങളിൽ കേൾക്കുകയാണ് എങ്കിൽ ഇരട്ടി നേട്ടമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളിൽ
വിജയിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കാം. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് നേട്ടങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ വർദ്ധിച്ചിരിക്കുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. പ്രത്യേകിച്ചും നിങ്ങൾ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ, കൂടാതെ മന്ത്രങ്ങൾ ജപിക്കുകയോ ഈശ്വരാരാധന നടത്തുന്നതായ സമയത്തോ ഇപ്രകാരം കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അതും ശുഭകരമായി തന്നെ ഭവിക്കാം. പ്രധാനമായും നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് കുയിലിൻ്റെ ശബ്ദം കേൾക്കുകയാണ് എങ്കിൽ അതും വിശേഷമായാണ് കണക്കാക്കുന്നത്. ആ വ്യക്തികൾക്ക് ഏറ്റവും വിശേഷമായ ഫലങ്ങൾ വന്നു ചേരുന്നു എന്നതാണ് കാര്യം. ധനപരമായ നേട്ടങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കും എന്നും അർത്ഥമാക്കാം. തവള നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെ അർത്ഥമാക്കാം. വാഹനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. വാഹനങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അത്തരം ചില കാര്യങ്ങൾ ശ്രമിക്കുകയാണ് എങ്കിൽ അനുകൂലമായി ഭവിക്കാം. കൂടാതെ ഈ സമയം നിങ്ങളിലേക്ക് സന്തോഷകരമായ നിമിഷങ്ങൾ ഒരല്പം കൂടുതലായി വന്നു ചേരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. പല്ലിയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. പല്ലി വീടുകളിൽ വരുമ്പോൾ പ്രത്യേകിച്ചും അഥവാ പല്ലിയുടെ സാന്നിധ്യം നിങ്ങൾ കാണുന്നത് വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് എങ്കിൽ ഇരട്ടി നേട്ടമായി തന്നെ പരാമർശിക്കാം. കൂടാതെ നിങ്ങൾ മന്ത്രം ജപിക്കുന്നതായ അവസരത്തിലാണ് എങ്കിലും പല്ലിയുടെ ശബ്ദം കേൾക്കുന്നത് ഏറ്റവും വിശേഷമായി തന്നെ കണക്കാക്കുന്നു. കൂടാതെ വിളക്ക് തുളസിത്തറയിൽ വയ്ക്കുന്നതായ അവസരത്തിലും പല്ലിയെ കാണുന്നതും അതീവ ശുഭകരമായി കണക്കാക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങളിൽ ഈശ്വരാധീനം വർദ്ധിച്ചിരിക്കുന്നു, ലക്ഷ്മി നാരായണ കടാക്ഷമുണ്ട്, മഹാലക്ഷ്മി സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും. മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ കാര്യങ്ങൾ അനുകൂലമായി തീരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കുന്നതാണ്. നാഗം അഥവാ പാമ്പിനെ നിങ്ങളുടെ വീടുകളിൽ കാണുകയാണ് എങ്കിൽ അത് വിശേഷപ്പെട്ടതായ ഫലങ്ങളാണ് നൽകുക. പ്രത്യേകിച്ചും കിഴക്ക് ഭാഗത്ത് കാണുകയാണ് എങ്കിൽ മഹാഭാഗ്യം നിങ്ങളെ തേടിയെത്താൻ പോകുന്നു എന്നർത്ഥമാക്കാം. അനുകൂലമായ കാര്യങ്ങൾ വർദ്ധിക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുക. സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം പ്രധാനമായും മനസ്സിനെ അലോസരപ്പെടുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് തന്നെ വരാം. അതിനാൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാവുന്നതുമാണ്. അണ്ണാൻ വീടുകളിൽ വരുന്നത് അഥവാ അണ്ണാന്റെ ശബ്ദം കേൾക്കുന്നതും ഈ മാസം ഏറ്റവും വിശേഷമായ ഫലങ്ങൾ നൽകും. അഥവാ ഈ ജീവികൾ വീടുകളിൽ വരുന്നത് ശുഭകരമാണ് എന്ന് തന്നെ അർത്ഥമാക്കാം. പൂച്ച വീടുകളിൽ വരികയാണ് എങ്കിൽ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില അനുകൂലമായ കാര്യങ്ങൾ, മനസൗഖ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രതികൂലമായി ഭവിക്കും എങ്കിൽ പോലും അതിൽ പലതും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയോ ഒഴിവാക്കുവാൻ സാധിക്കുകയോ ചെയ്യാം. ചില പരിഹാരങ്ങൾ കണ്ടെത്തുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരത്തിൽ അനുകൂലമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കറുത്ത നായ നിങ്ങളുടെ വീടുകളിലേക്ക് വരികയാണ് എങ്കിൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാൻ പോകുന്നു. ശത്രുനാശം സംഭവിക്കാൻ പോകുന്നു. ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ദോഷകരമായ കാര്യങ്ങൾ അകലാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. അതിനാൽ അത് ശുഭകരമായ ഒരു സൂചന തന്നെയാണ്. ശത്രുക്കളിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായ ദോഷകരമായ കാര്യങ്ങളുടെ കാഠിന്യം കുറയും എന്നും അർത്ഥമാക്കാം. പ്രാവിനെ കാണുകയാണ് എങ്കിൽ സന്തോഷകരമായ നിമിഷങ്ങൾ ജീവിതത്തിലേക്ക് വർദ്ധിക്കാൻ പോകുന്നു എന്നർത്ഥമാക്കാം. പ്രത്യേകിച്ചും പ്രാവ് വീടുകളിൽ വരുന്നതിലൂടെ ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് സന്തോഷം പകരുന്നതായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നും അർത്ഥമാക്കാം. ഇണക്കാക്കകളെ കാണുന്നതും ആഹാരം കാക്ക കഴിക്കുന്നതായി കാണുകയോ അല്ലെങ്കിൽ നിങ്ങൾ നൽകുന്നതായ ആഹാരം കാക്ക സ്വീകരിക്കുകയോ ചെയ്യുന്നതും ശുഭകരമാണ്. അതിനാൽ കാക്കയെ, പ്രത്യേകിച്ചും ഇണക്കാക്കയെ ഈ സമയം കാണുകയാണ് എങ്കിൽ അത് വിശേഷം തന്നെയാകുന്നു.
നീല ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിടരുന്നു എങ്കിൽ അത് ശുഭകരമാണ്. അതിനാൽ ധനം വർഷിക്കുന്നതായ ഈ പുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. പ്രത്യേകിച്ചും ശനിയാഴ്ച ദിവസം ഇപ്രകാരം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ഇരട്ടി നേട്ടം നിങ്ങൾക്ക് നൽകും. പരമശിവന് സമർപ്പിക്കുന്നതും വിശേഷം തന്നെയാണ്. ഈ പരാമർശിച്ചതായ ലക്ഷണങ്ങൾ പ്രധാനമായും അഥവാ ഈ ജീവികൾ നിങ്ങളുടെ വീടുകളിൽ വരികയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകും. അടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും പ്രത്യേകിച്ചും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ശുഭകരമാണ്. ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക.